ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുമ വരുമ്പോൾ നിങ്ങൾ കഫ് സിറപ്പ് കൊടുക്കാറുണ്ടോ? നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോക്ടർ പണ്ടെപ്പോഴോ ചുമയ്ക്ക് തന്ന ഒരു മരുന്ന് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി അത് കാണിച്ച് വാങ്ങിച്ച് വീണ്ടും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഓരോ ചുമയ്ക്കും ഓരോ കാരണമുണ്ട്. കാരണം മനസ്സിലാക്കി മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ. അത് കൂടാതെ തന്നെ ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും 1 മാസം മുമ്പ് നടന്ന ഇഷ്യൂ അറിഞ്ഞു കാണുമല്ലോ. അതായത് കഫ് സിറപ്പ് കുടിച്ച് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി കുട്ടികൾ മരണപ്പെട്ടു. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് കാരണമെന്ന് പറയുന്നത് കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആയിരുന്നു. അതായത് അത് കെമിക്കൽസ് ആയിട്ട് പ്രവർത്തിച്ച് കുട്ടികളുടെ സിസ്റ്റം മുഴുവൻ, അതായത് കിഡ്നി, ലിവർ ഒക്കെ ഡാമേജ് ആയി പോയി, അങ്ങനെ മരണം സംഭവിച്ചു. അപ്പം കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആയാലും എല്ലാം വളരെ വീക്കാണ്. വളരെ തിന്നായിട്ടുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കോസയാണ് അവർക്കുള്ളത്. അപ്പോൾ ആയുർവേദ മരുന്നിലാണെങ്കിൽ തന്നെ ബോട്ടിൽ കഷായങ്ങൾ, അതായത് കുപ്പി കഷായങ്ങളിനകത്ത് സോഡിയം ബെൻസോയേറ്റ് പോലെയുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും കൊടുക്കാറ് കുഞ്ഞുങ്ങൾക്ക് പൊടി കഷായമാണ്. ഈ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള എഥിലീൻ ഗ്ലൈക്കോളും ഡെക്സ്ട്രോമെഥാഫാൻ പോലെയുള്ള കണ്ടന്റ് ആണ് കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ഇടയാക്കിയത്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 മരുന്നുകളുടെ കോമ്പിനേഷൻ ചേർന്നൊന്നും കഴിവതും ഒഴിവാക്കുക. അതായത് ക്ലോർഫെനിറാമാലിയേറ്റ് പ്ലസ് ഫിനൈലെഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നൊക്കെ പറഞ്ഞ് 2-3 കോമ്പിനേഷൻ ചേർന്ന മരുന്നുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കഫ് സിറപ്പുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ചെറിയ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന മൂക്കടപ്പ്, ജലദോഷം, അതിന് നമ്മൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഷോർട്സിന്റെ ടൈറ്റിലിന്റെ മുകളിൽ നിങ്ങളൊരു ടൈറ്റിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക.